കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ബാംഗ്ലൂരിലെത്തി. അപ്പോൾ ഇന്നത്തെ ആഹാരം പുറത്തുനിന്നാകാമെന്ന് വിചാരിച്ചു. ക്ലബ് ഹൗസിലേക്ക് തിരിച്ചു. ക്ലബ് ഹൗസ് എന്നാൽ ഞങ്ങളുടെ പ്രോപ്പർട്ടിയിലുള്ള സിഗ്നേച്ചർ ക്ലബ് റിസോർട്ടാണ്. ദിസ് കംസ് അണ്ടർ ബ്രിഗേഡ് ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. അങ്ങനെ പോയപ്പോൾ എൻ്റെ ലുട്ടാപ്പിക്ക് സ്വിമ്മിങ് ചെയ്യണമെന്ന്. സ്വിമ്മിങ് ചെയ്യുന്നിടത്തേക്ക് സ്വിമ്മിങ് പൂളിലേക്ക് എത്തി നോക്കി. അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ. വേണ്ട, അവിടുന്ന് തിരിച്ച് പടികൾ കയറി മേലേക്ക് പോകാം. നോക്കൂ, എന്ത് മനോഹരമായ ബിൽഡിംഗ് ആണ്. കേരള സ്റ്റൈൽ ആർക്കിടെക്ചറിലാണ്. വളരെ തണുപ്പുള്ള ഏരിയ ആണ്. അവിടുന്ന് ടെന്നീസ് കോർട്ടിലേക്ക് പോയി. അവിടെയും പിടിച്ചില്ല. പിന്നെ താഴേക്ക് ഇറങ്ങി ആഹാരം കഴിക്കുന്നിടത്തേക്ക് പോകാം, കോർട്ട്യാർഡിലേക്ക്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇന്നത്തെ ബൂഫയുടെ അറേഞ്ച്മെന്റ് ഒന്നും അവിടെ കാണാനില്ല. അങ്ങനെ അന്വേഷിച്ച് പുറത്തേക്ക് പോയി. കാണാം പീപ്പിൾ ട്രീയുടെ താഴെ ഇന്നത്തെ ബൂഫെ അറേഞ്ച്മെന്റ്. അതൊരു ഇന്ത്യൻ ബാനിയൻ ട്രീ ആണ്. നിറയെ കായ്കൾ കായ്ച്ചു കിടക്കുന്നു. അതുമേൽ ഒരുപാട് ചിടിയല്ലല്ലോ, പക്ഷികൾ ഇരുന്ന് ആ കായ്കളെല്ലാം കഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സീറ്റൊക്കെ പിടിച്ച് നമ്മൾ അവിടെ ഇരുന്നു. ആ മരത്തിന്റെ മേലേക്കൊക്കെ നോക്കിയപ്പോൾ ലൈറ്റുകളെല്ലാം തൂങ്ങിക്കിടക്കുന്നു. അവിടെ ലൈവ് ഓർക്കസ്ട്രയും ഉണ്ടായിരുന്നു. അങ്ങനെ ആഹാരമൊക്കെ എടുത്ത് തിരിച്ചെത്തി കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഒന്ന് ആർച്ചറിയിൽ പരീക്ഷിക്കാമെന്ന് നോക്കി, ഗെയിം സെക്ഷനിൽ. അങ്ങനെ നമ്മുടെ ലുട്ടാപ്പി അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ലുട്ടാപ്പിയുടെ മാമനും ചാടി വീണു. അവൻ ഇച്ചിരി ഉന്നൊക്കെ ചെയ്ത് ആർച്ചറിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഡെസേർട്ട് ആവാന്നായി. രണ്ടുപേരും കൂടെ കുറച്ച് ഡെസേർട്ട് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ആരംഭിച്ചു. അത് കഴിഞ്ഞിട്ട് പിക്കിൾ ബോൾ കളിക്കാനായിട്ട് പോയി. നല്ല ചൂട്. അങ്ങനെ ഇന്നത്തെ ദിവസം